നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതുപോലെ സാവിത്രി വന്ന് കരഞ്ഞു പറഞ്ഞിട്ട് ഞാൻ പലപ്പോഴും വാരിക്കോരി കാശെടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് രാമഭദ്രന് വേണ്ടിയാണോ എന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. കള്ളത്തരത്തിന് ഒട്ടും കുറവുള്ളവളല്ലല്ലോ എന്റെ മോൾ സാവിത്രി. കാര്യം എന്താണെന്ന് നീ തുറന്നു പറ മോളെ. നീ പറയാതെ ഞങ്ങൾ അറിയുവോ? ദുബായിന്ന് രാമേട്ടൻ വിളിച്ചിരുന്നു. അയാള് വല്ല ഫിലിപ്പീനിയനും കെട്ടിക്കാണും. അതാ ഇവരെ തിരക്കി ഇങ്ങോട്ട് വരാത്തത്. ഇങ്ങനെ വിഷമിക്കാതെ ചേച്ചി കാര്യം പറ. അമ്മാവൻ വിളിച്ചത് എന്തിനാ അമ്മായി? അവിടെ രാമേട്ടന്റെ ബിസിനസ് ഒക്കെ ആകെ തകർന്നു. ഇടയ്ക്കിടയ്ക്ക് അവന്റെ ബിസിനസ് പൊട്ടുന്നതൊരു പതിവാണല്ലോ. അതിലിപ്പോ പുതുമയൊന്നുമില്ല. മറ്റൊരാളുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചത് തന്നെ. അവിടെ അയാള് വല്ല ഒപ്പിച്ചു കാണും. ഉടനെ അയാള് പോലീസ് പിടിയിലാവും. അവരെടുത്ത് ജയിലിലൂടും. അങ്ങനെ മനസ്സിന് ആശ്വാസമുള്ള ന്യൂസും കേട്ടു. ഞാൻ എന്ത് വേണമെന്നാ മോള് പറയുന്നേ? ഉടനെ ഒരു 3 കോടി രൂപ രാമേട്ടന് കൊടുത്തേ പറ്റൂ. 3 കോടിയോ? 3 കോടി. അമ്പട പൊളിസു. അത് നാളെ തന്നെ അയച്ചു കൊടുക്കണമെന്ന് രാമേട്ടൻ പറഞ്ഞത്. നാട്ടില് വിശ്വസ്തനായ ഒരാളുണ്ട്, അയാളെ ഏൽപ്പിച്ചാ മതി. അയാൾ അവിടെ കൈമാറ്റം ചെയ്തോളും. അവൻ ഇത് പതിവാക്കിയിരിക്ക. ഇവിടെ കൊടുക്കാൻ കാശൊന്നുമില്ല. അമ്മേ, അങ്ങനെ പറയരുത്. രാമേട്ടന്റെ അവസ്ഥ അത്രയ്ക്ക് മോശമാ. ചെമ്പകമംഗലത്തിന്റെ തറക്കടിയിൽ നിധിയൊന്നും കുഴിച്ചിട്ടിട്ടില്ലെന്ന് നിന്റെ രാമേട്ടനോട് പറഞ്ഞേക്ക. അമ്മേ, അമ്മേ, എല്ലാരും ഗൾഫിൽ ബിസിനസ് നടത്തുന്നത് കാശ് ഉണ്ടാക്കാനാ. ഈ രാമേട്ടൻ ബിസിനസ് നടത്തുന്നത് കാശ് കളയാനാ. നിന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. നീ എന്നെയും എന്റെ കുടുംബത്തെയും സ്നേഹിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരു ഭാര്യയായിരുന്നെങ്കിൽ നിന്റെ അഭിപ്രായം ഞങ്ങൾ സ്വീകരിച്ചേനെ. ഈ കുടുംബത്തിന്റെയും ഞങ്ങളുടെയും തകർച്ച കാണാൻ ആ മൈഥിലിയോടൊപ്പം ആഗ്രഹിക്കുന്ന ഒരുത്തിയാ നീ. ജഗദീഷ് ചേട്ടാ, അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി അനാവശ്യമായിട്ട് അഭിപ്രായം പറഞ്ഞ നേരത്തെ മേടിച്ച പോലെ ഇനി നീ മേടിക്കും, കേട്ടോടി. അച്ഛനൊന്നും പറയാനില്ലേ? അമ്മ പറഞ്ഞില്ലേ മോളെ? ഓ, എന്ന് വെച്ച അച്ഛൻ ബുദ്ധിപൂർവം കൈയൊഴിഞ്ഞു അല്ലേ? മോളെ, അച്ഛൻ വേണ്ട, ഒന്നും പറയണ്ട. എന്താ അമ്മായിയമ്മയുടെ വക്കാലത്തുമായിട്ട് വന്നതാണോ നീ? സാവിത്രി വന്ന് കാശ് ചോദിച്ച കാര്യം നീ പോയി ഇവളോട് ഉണർത്തിച്ചായിരിക്കും. അതായിരിക്കും അമ്മയും മോളും കൂടി എന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ഭാവത്തിൽ വന്നത്. അയ്യോ അമ്മേ, അമ്മാവനിപ്പോ പണത്തിന്റെ ആവശ്യം എന്താണെന്നെങ്കിലും മുത്തശ്ശിക്ക് അമ്മായിയോടൊന്ന് ചോദിക്കായിരുന്നു. അയ്യോ, എനിക്ക് മനസ്സില്ല. ഇതേ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. നിനക്കതൊന്നും അറിയില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമേ, അല്ലാതെ രാമേട്ടൻ കാശൊന്നും ചോദിക്കില്ലല്ലോ. ദേ, നീ യാതൊരു കളങ്കവും ഇല്ലാത്തവളാ. നീ കളങ്കം ഉള്ളവളാണെന്ന് നിന്റെ ശത്രുക്കൾ പോലും പറയില്ല. അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം നിന്നെ പോലെയാണെന്ന് നീ കരുതരുത് മോളെ. വെളുക്കച്ചിരിക്കുന്നവരുടെ ഉള്ളും വെളുത്തിരിക്കുമെന്ന് നീ തെറ്റിദ്ധരിക്കണ്ട. അമ്മായി വല്ലാതെ വിഷമിക്കുന്നുണ്ട് മുത്തശ്ശി. മുത്തശ്ശി വിളിച്ച് സമാധാനിപ്പിക്കെങ്കിലും വേണം. രാമഭദ്രൻ ഇതിനു മുമ്പ് ഇതുപോലെ പല കുരുക്കിലും ചെന്ന് ചാടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇതുപോലെ ഭാര്യയെ വിളിച്ചു പറയും സഹായിക്കണോന്ന്. ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇനി അതിന് പറ്റില്ല. അമ്മ, സാവിത്രി രാമേട്ടന് നമ്മുടെ അല്ലേ അമ്മ? അല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ?
എടി മോളെ, പിടിപ്പ് കെട്ടവരൊക്കെ ചെന്ന പടുകുഴിയിൽ ചാടും. അവനവന് അറിയാവുന്ന തൊഴിലെ ചെയ്യാവൂ, അല്ലാതെ അതിന് പോവരുത്. രാമഭദ്രൻ ദരിദ്രനൊന്നുമല്ല. സാമ്പത്തിക ദുരിതം വന്നെങ്കിൽ അവൻ തന്നെ പരിഹരിക്കട്ടെ. ഇതുപോലെ സാവിത്രി വന്ന് കരഞ്ഞു പറഞ്ഞിട്ട് ഞാൻ പലപ്പോഴും വാരിക്കോരി കാശെടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് രാമഭദ്രന് വേണ്ടിയാണോന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. കള്ളത്തരത്തിന് ഒട്ടും കുറവുള്ളവളല്ലല്ലോ എന്റെ മോൾ സാവിത്രി. അതെ, ഈ പരസ്പര വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഒരു കണ്ണാടി പോലെ. ഒരിക്കൽ പൊട്ടിയാൽ അത് പഴയതുപോലെ ഒരിക്കലും ആവില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചുമ്മാ അങ്ങ് കളിയാക്കുക, എന്തിനും ഏതിനും അങ്ങ് ചീത്ത പറയാ. എന്നുവെച്ചാ ഇവരൊക്കെ വലിയ മാടവിമാരല്ലേ, സഹിച്ചു നിന്നോണം. ഒരു താലി കഴുത്തി കെട്ടിന്ന് വെച്ച് ഭർത്താവിന്റെ അടിമയാണോ ഭാര്യ? ആ കാലമൊക്കെ പോയി. ഇപ്പൊ എന്നെ വരട്ടാൻ വന്നാൽ എന്റെ സ്വഭാവം മാറും. ഒരു പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ മതി, പിന്നെ അവര് കൈകാര്യം ചെയ്തോളൂ. പഞ്ചപുച്ഛ മടക്കി എന്റെ മുന്നേ വന്ന് നിന്നോളൂ. അയ്യോ ജഗദീഷേട്ടൻ, ഇതെന്താ? കണ്ടില്ലേ, പേപ്പറും പേനേ. ദാ വേഗം ഒരു പരാതി എഴുത്, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്ക്. വേണമെങ്കിൽ ഞാനും കൂടി വരാം. അയ്യോ, ഞാനെന്തോ വിവരമില്ലായ്മ പറഞ്ഞത് ജഗദീഷേട്ടൻ കേട്ടോ? നിന്റെ കഷ്ടകാലത്തിന് ഞാനത് കേട്ടു. അല്ലെങ്കിൽ എനിക്ക് കണ്ടത് ശനിയാ. എന്റെ ഇത്തരം സ്വഭാവം ജഗദീഷേട്ടന് അറിയാവുന്നതല്ലേ. ജഗദീഷേട്ടൻ അങ്ങ് ക്ഷമിച്ചോളാ. പോരാ 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 മാലതി, നീ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാ. ഞാൻ കൊള്ളില്ലാത്തവനാ, മാടമ്പിയാ. തക്ക ശിക്ഷ എനിക്ക് കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് നീ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പെറ്റീഷൻ കൊടുക്കണം. എന്നെ ഒരു 2 ദിവസത്തേക്കെങ്കിലും പിടിച്ച് അകത്തിടണം. എനിക്കതൊരു ഉപകാരമാ. നിന്നെ ഉപേക്ഷിച്ച് കളയാൻ 4 ആള് കേട്ടാൽ ന്യായമുള്ളൊരു കാരണം ഞാൻ തേടി നടക്കുക. ഒന്ന് പോ ജഗദീഷേട്ടാ. സാവിത്രി ചേച്ചി അങ്ങനെ വന്ന് കാശ് ചോദിച്ചപ്പോ ഞാനൊന്ന് പ്രതികരിച്ചു പോയി. ഞാനും ഈ വീട്ടിൽ അംഗമല്ലേ, എനിക്ക് മിണ്ടാനുള്ള അവകാശമൊന്നും ഇല്ലേ? ഓ, അപ്പൊ ചേച്ചി അമ്മയോട് കാശ് വെച്ചത് വലിയ തെറ്റാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അത് സ്ഥിരം ഒരു ഏർപ്പാടെന്നേ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. എടീ, കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു ആവശ്യം വരുമ്പോ കൂടെ ഒന്ന് സഹായിക്കേണ്ട നമ്മളല്ലേ? ഈ രാമേട്ടൻ ഇതുപോലെ ഇതിനു മുമ്പും പല ഏടാകുടങ്ങളും ചാടിയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.